നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 116 അധ്യായം 12 വാക്യം. യഹോവ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് പകരം അവന് ഞാൻ എന്ത് കൊടുക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ എല്ലാം ദൈവദാനമാണ്. ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച് നൽകിയ മാതാപിതാക്കൾ, കുടുംബം, കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ, നമുക്ക് ചുറ്റുമുള്ള ബന്ധുവലയങ്ങൾ, ഒപ്പം നമ്മുടെ ഈ സമൂഹം, നമ്മുടെ സഭ, അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാ സമ്മാനങ്ങളും സ്വർഗത്തിൽ നിന്നും യഹോവ നമുക്ക് നൽകിയതാണ്. ഈ ഉപകാരങ്ങൾക്ക് പകരമായി എന്ത് നൽകും എന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ എന്ത് നൽകും എന്നുള്ള, സ്വർഗത്തിലേക്ക് നാം എന്ത് പകരമായി നൽകും എന്നുള്ള ചോദ്യമാണ് ഈ വചനം നമ്മോട് ചോദിക്കുന്നത്. ഇത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് പകരമായി നൽകുവാനാകുന്നത് സ്നേഹവും അതോടൊപ്പം തന്നെ അവൻ നമ്മെ പഠിപ്പിച്ച കൽപ്പനകളുടെ പൂർത്തീകരണവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ കൽപ്പനകൾ പൂർത്തിയാക്കുമ്പോൾ, അല്ലെങ്കിൽ അവ പാലിക്കുമ്പോൾ, സ്വർഗത്തോട് വിധേയപ്പെട്ടിരിക്കുമ്പോൾ, തീർച്ചയായും ഈ നൽകിയ താലന്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് തിരിച്ചു നമ്മൾ നൽകുന്ന മറുപടി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നൽകുന്ന വലിയ സ്വർഗത്തിലേക്കുള്ള മറുപടിയും അവനോടുള്ള സ്നേഹമായിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവം നൽകിയ ദാനങ്ങൾക്ക് പ്രത്യുപകാരമായി നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്വർഗത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ, യഹോവയെ സ്തുതിച്ച് ആരാധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് ഒരു കോഴിയമ്മയുണ്ടായിരുന്നു. ഈ കോഴിയമ്മയാകട്ടെ അധ്വാനശീലയായ, എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന, എന്നാൽ വളരെയധികം തനിക്കുള്ള കഴിവിനെ, തൻ്റെ ശാരീരിക ക്ഷമതയെ അധ്വാനത്തിനായി വിനിയോഗിക്കുവാൻ ഒരു മടിയുമില്ലാത്ത ഒരു പക്ഷി. അങ്ങനെ ഇരിക്കെ കോഴിയമ്മയ്ക്ക് ഒരു ആഗ്രഹം വരികയാണ്, ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കണം. പക്ഷേ വെറുതെ ഇരുന്നാൽ കേക്കാകില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് വിത്ത് വിതയ്ക്കണം, അതിൻ്റെ കൊയ്തെടുക്കണം, അതിൻ്റെ കള കളയണം, അങ്ങനെ ഒരുപാടുള്ള ജോലികളുണ്ട്. അപ്പോൾ ഈ കോഴിയമ്മ തീരുമാനിക്കുകയാണ്, എനിക്ക് എന്തായാലും ഗോതമ്പിൻ്റെ വിത്ത് വിതയ്ക്കണം. അങ്ങനെ ഒരു സഞ്ചി നിറയെ വിത്തും എടുത്ത് ആ കോഴിയമ്മ പാടത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ സഹായത്തിന് ആളെ വേണമല്ലോ. കൂട്ടുകാരെ സമീപിക്കാം എന്ന് കരുതുന്നു. ആദ്യമായി ഒരു പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്, എന്നെ സഹായിക്കണം എന്ന് പറയുന്നു. എന്നാൽ ആ പട്ടിക്കുട്ടി പറയുന്നു, ഇപ്പോൾ നല്ല വെയിലുണ്ട്, എനിക്ക് ഉറങ്ങുന്ന സമയമാണ്, ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉറങ്ങിയിട്ട് നിന്റെ അടുത്തേക്ക് വരാം. അപ്പോൾ കോഴിയമ്മ സങ്കടത്തോടു കൂടി അടുത്തൊരു പൂച്ചയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാവോ, നമുക്ക് ഈ വിത്ത് വിതയ്ക്കാം. അപ്പോൾ പൂച്ചയും പറയുന്നുണ്ട്, ഇത് വെയിലിൻ്റെ സമയമാണ്, നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം, എനിക്കിപ്പോൾ പറ്റില്ല. വീണ്ടും വിഷമത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ള താറാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ താറാവ് പറയുന്നു, എൻ്റെ ഈ കാലുകളൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കിയേ, നിന്നെ പോലെയുള്ള വൃത്തികെട്ട കാലുകളൊന്നും അല്ല എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് ഒരിക്കലും നടന്ന് വിത്ത് വിതയ്ക്കാനുള്ള കാലുകളല്ല, എനിക്കിത് വെള്ളത്തിൽ നീന്തി സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം ദാനമായിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ നീ എൻ്റെ അടുത്തൊന്ന് പോകാൻ പറയാണ്. അപ്പോൾ 3 പേരും തിരസ്കരിച്ച് വിടുകയാണ്. കോഴിയമ്മ ഒറ്റയ്ക്ക് വിത്ത് വിതയ്ക്കാൻ പോവുകയാണ്. കോഴിയമ്മയ്ക്ക് എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക? വിത്ത് വിതച്ചത് അതിൻ്റെ ഒരു ഫലം കിട്ടിക്കാണുമോ, അതോ ഒറ്റയ്ക്ക് വിത്ത് വിതച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവുകയോ തുടങ്ങിയ കഥകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമുക്ക് നമ്മുടെ ഒന്നാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അങ്കമാലിയിൽ നിന്നും അന്നമ്മ ദേവി. അന്നമ്മ ആന്റി അങ്കമാലിയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ? ആണ്. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ട് കാലാവസ്ഥ, മഴയ്ക്ക് മഴ, ഇപ്പൊ മഴ മതിയായിപ്പോ വെയില്. ഓക്കെ. അപ്പൊ അവിടെ ഇപ്പൊ വെയില്, മഴ കുറവാണോ? മഴ ഇപ്പൊ ഇല്ല, ഇപ്പൊ മഴ ഇവിടെ ആവശ്യമൊക്കെ കിട്ടി. ഓക്കെ ആന്റി, ഓക്കെ. അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ എനിക്ക് ഈ വചന സമീക്ഷ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തൊരു വിഷമാന്നറിയാമോ? ഓക്കെ. പക്ഷെ ഇപ്പം കോള് കണക്ട് ആയപ്പോ സന്തോഷമായില്ലേ? പിന്നെ ഓക്കെ. അപ്പം ഇതേ സന്തോഷം നമ്മുടെ കോൾ അവസാനിക്കും വരെ നിൽക്കട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റട്ടെ കേട്ടോ? ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം, എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് വിശേഷങ്ങളിലോട്ട് വരാം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ അന്നമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യർക്ക് ചെരുപ്പ് നനയാതെ കടന്നു പോകുവാൻ തക്കവണ്ണം മിസ്രയീം കടലിൽ എന്ത് വരുത്തും? ഉന്മൂലനാശം വരുത്തും. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു നാശം തന്നെയാണ് അത്. പക്ഷെ എന്ത് നാശം?
അതായത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നടന്നു പോകാൻ. മിസ്സേ, കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. ഉഷ്ണക്കാറ്റോടുകൂടി നദിയുടെ മീതെ കൈ വന്നു അതിനെ അടിച്ചു 7 വഴികളാക്കി. ഓക്കെ, ഇപ്പഴാ ശരിയായത്. ഇപ്പൊ കറക്റ്റ് ഉത്തരവായി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അപ്പൊ ചെരുപ്പ് നനയാതെ കടന്നു പോകാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോ മിസ്രയീം കടലിനെ 7 കൈവഴികളാക്കി മാറ്റും. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വന്നില്ലേ? ഉത്തരം ശരിയാണ്, പറഞ്ഞ ഒരു വചനം. അതിനകത്ത് ചെരുപ്പ് നനയാതെ നടന്നു പോകാൻ എങ്ങനെ, അതിനുള്ളതാണ് മിസ്രയീമിനെ 7 കൈവഴികളാക്കി മാറ്റും എന്നുള്ളത്. ഓക്കെ. അപ്പൊ ആന്റി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനുണ്ട്, പപ്പയുണ്ട്, എന്റെ ഭർത്താവുണ്ട്. ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. പിന്നെ 2 മക്കളുണ്ട്. മോളെ ഇവിടെ അടുത്ത് തന്നെ കല്യാണം കഴിച്ചേക്കണം. മോൾക്ക് 2 മക്കളുണ്ട്. മോൻ അച്ഛനാണ്, പള്ളിയിലെ അച്ഛനാണ്, ന്യൂസിലൻഡിലാണ്. മോന് ഭാര്യയും 2 മക്കളും ഉണ്ട്. 2 പെൺമക്കള്. മോൾക്കൊരു മോനും ഒരു മോളും. അപ്പൊ എല്ലാം ദൈവകൃപയാൽ സമൃദ്ധം എല്ലാം കൊണ്ട് സന്തോഷമായിട്ടുള്ള ആരോഗ്യം നന്നുണ്ട്. അതെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മോളെ. ഓക്കെ, ചോദ്യം ഇതാണ്. ആ നാളിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് പറയുന്നത് എന്താണ്? ആ നാളിൽ പറഞ്ഞോളൂ. യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇതാണ്. നീ എന്നോട് കോപിച്ചുവെങ്കിലും നിന്റെ കോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ഞാൻ ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കും എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ട് ഞാൻ അവനെ എന്റെ രക്ഷിതാവാക്കി തീർത്തുകൊണ്ട് ഞാൻ അവനെ ഭയപ്പെടാതെ ആശ്രയിക്കും. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. സന്തോഷായില്ലേ? ഉത്തരം ഇതാണ്, ശരി ഉത്തരം ഇതാണ്. യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കുന്നത് കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് വേണ്ടിട്ട് എന്താ, പാട്ട് പാടുവാണോ, വചനം പറയുവാണോ, അതോ വേറെ എന്തെങ്കിലും അനുഭവം പറയുവാണോ? എന്താ ചെയ്യാ ഇന്ന്? എന്ത് വേണമെങ്കിലും പറയാലോ. ഞാൻ ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായത് പറയാം. അത് എല്ലാവർക്കും വലിയ ഇതാവണ ഒരു സംഭവമാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 70 വർഷമായി. അപ്പനും അമ്മയും എന്ത് നിസ്സാര കാര്യമുണ്ടെങ്കിൽ 70 വർഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് രണ്ടുപേർക്കും വടി വേണം, വടി. അങ്ങനെ അവര് നടക്കാണ്. പക്ഷെ എന്തിനും ഇവര് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ദൈവത്തിനെ ആശ്രയിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഈ അപ്പച്ചൻ എന്തെങ്കിലും പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞ രണ്ടാമത്തെ വാക്കിന് വന്നത് ഇവിടെ വീട്ടിൽ എന്ന് തുടങ്ങി എന്റെ നാശമൊന്നു. അപ്പൊ ഈ അപ്പനും അമ്മയ്ക്ക് 5 മക്കളുണ്ട്. 5 മക്കളെയും ദൈവം 5 രാജ്യത്തായിട്ട് വിട്ടേക്കാണ്. അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കാണ്. ഈ അപ്പച്ചനും അമ്മയും 2 നില വീട്ടിൽ താമസിക്കാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ഈ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ ഈ അമ്മച്ചി പറയും, എന്റെ മോളെ നീ ഒന്ന് വന്ന് എന്തെങ്കിലും അപ്പച്ചനോട് പറയാൻ പറയും. ഞാൻ എന്ന് പറയും, എന്റെ അപ്പച്ചൻ ഇപ്പൊ ഇതിന്റെ കുറച്ചപ്പുറത്ത് വീട്ടില് ഒരമ്മച്ചി കല്യാണം കഴിച്ചു വന്നിട്ട് അമ്മച്ചി 6 മാസം കഴിഞ്ഞപ്പോ വിട്ടുപോയി. ആ അപ്പച്ചനെ സഹിക്കാൻ പറ്റില്ല. ഈ അപ്പച്ചന്റെ ഈ സഹനം കൊണ്ട് 70 വർഷം വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ ആഘോഷിച്ചല്ലോ. ഇനി ഇങ്ങനെ അമ്മച്ചിനെ കുറ്റം പറയുന്നത് ഇത് ദൈവം കേട്ടാണ്ടല്ലോ പറഞ്ഞാല് അപ്പഴത്തേക്കുണ്ട്. പിറ്റേ ദിവസം വീണ്ടും അപ്പച്ചൻ കൊടുക്കും. ഇങ്ങനെയുള്ള മനുഷ്യര് ഇപ്പോഴും എവിടെയും ഉണ്ട്. ഇങ്ങനെ അവിടെ ഉണ്ടോന്ന് അറിയാൻ പാടില്ല കേട്ടോ. 70 വർഷം ഭാര്യയും ഭർത്താവും ഒരു കട്ടിലുമ്മ കിടന്ന് ഒരു പാത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടും ഇപ്പോഴും നീ എന്റെ കുടുംബ 5 മക്കളെ ദൈവം കൊടുത്തു, അതുങ്ങൾ 5 രാജ്യത്ത് നല്ല നിലയിൽ ജീവിക്കുന്നു. അതിനെ കുറിച്ച് ഒരു ദിവസം പോലും ദൈവത്തിന് നന്ദി പറയാൻ ഈ അപ്പച്ചന് നേരമില്ല. അപ്പച്ചൻ ഈ അമ്മച്ചീനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. അതിൽ ആന്റി തന്നെ പറഞ്ഞല്ലോ, പല മനുഷ്യനെ നമ്മൾ തന്നെ പറയില്ലേ, പൊതുജനം പലവിധമാണല്ലോ. അപ്പൊ കൊറേ പേര് ദൈവത്തിലോട്ട് കൊറേ പേര് എന്താ പറയാ അത്രയും വിശ്വാസവും എന്താ പറയാ അത്രയും ഒരു പരസ്പര സ്നേഹം ഒക്കെ കൊണ്ടുപോകും. കുറെ ആൾക്കാര്, കുറച്ചു പേരൊക്കെ എന്നാലും ഇതിൽ നിന്ന് വിഭിന്നങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ.
അതെ അപ്പൊ അവർക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. അത് തന്നെ അത് തന്നെ. ഞാൻ എപ്പോഴും ആ ചേച്ചി എന്നോട് സങ്കടം വന്ന് പറയുമ്പോൾ ഞാൻ പറയും, എന്റെ ചേച്ചി ഇനി ജീവിച്ച അത്രയും കാലം ജീവിക്കണ്ടല്ലോ. 70 വർഷം ഈ ചേട്ടന്റെ കൂടെ ജീവിച്ചു. ചേച്ചി ഇനി ഈ ചേച്ചി മരിച്ചു പോണേക്ക് മുമ്പ് ഈ ചേട്ടന് ഒരു മാനസാന്തരം ഉണ്ടാവാൻ പ്രാർത്ഥിക്കും. അതുള്ളൂ കാര്യം. അതെ, തീർച്ചയായിട്ടും അത് എല്ലാരും കൂടി ഒന്ന് കണ്ണു തുറന്ന് നോക്കേണ്ട കാര്യം കൂടെയാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, നമുക്ക് കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ചോദ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ വെള്ളം കോരുന്നത് എവിടെ നിന്നുമാണ്? രക്ഷയുടെ ഉറവയിൽ നിന്നും വെള്ളം കോരും. എന്നാലും നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്വസ്ഥം ചെയ്യും, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ഓക്കെ, ശരി, വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, രക്ഷയുടെ ഉറവകളിൽ നിന്ന്. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരി ഉത്തരം പറഞ്ഞു. എല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കട്ടെ അവിടെ എല്ലാവരും. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അവിടെയും ആ ഒരു കൃപയൊക്കെ ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണേന്റെ ഫലമാണ് അമ്മച്ചി 70 വയസ്സ് 70ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അമ്മച്ചി സുഖമായിട്ടിരിക്കണേ. ഓ, അതും ഭയങ്കര സന്തോഷം കേൾക്കുമ്പോ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. God bless you. Okay, thank you. Same to you. അപ്പോൾ അന്നമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു എന്താ പറയാ സംഭാഷണം ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവായിരുന്നു. തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടി ആന്റി സൂചിപ്പിച്ച ആ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബങ്ങളുടെ നന്മയ്ക്കും പരസ്പര വിശ്വാസത്തിനും ഐക്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ, ലോകം മുഴുവനും ഈ കുടുംബങ്ങളിലുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. അങ്ങനെ കോഴിയമ്മ ഒറ്റയ്ക്ക് പോയി വിത്ത് വിതയ്ക്കുകയാണ്. അവൾ ആ വെയിലോ മഴയോ ഒന്നും നോക്കുന്നില്ല, അധ്വാനിക്കാനുള്ള മനസ്സ് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? വിത്ത് വിതയ്ക്കുകയാണ്. അതിന് ശേഷം വിളവെടുപ്പിന്റെ നേരത്തും ഇതുപോലെ തന്നെ താറാവിനോടും പട്ടിക്കുഞ്ഞിനോടും അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവളെ ആരും സഹായിക്കുന്നില്ല. അവൾ ഒറ്റയ്ക്ക് വിളവെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ജോലികളിലേക്ക് അല്ലെങ്കിൽ അധ്വാനത്തിലേക്ക് അവൾ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും ശ്രദ്ധിക്കേണ്ടത് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ആ ഒരു ചെറിയ പക്ഷിക്ക് ഉണ്ടായിരുന്നു. അവളുടെ ആഗ്രഹത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നതും ഈ ഒരു മനസ്സ് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു കേക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഭക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സോണി എന്നാണ്. ഓക്കെ, അങ്കിൾ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. മാന്നാർ. ഓക്കെ. അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. ഓക്കെ. എല്ലായിടത്തും അങ്ങനെയാണ്, മഴക്കാലമൊക്കെ തുടങ്ങിയതിന്റെയാ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, അമ്മ, പപ്പാടെ പെങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നു. കുഴപ്പമില്ല, ദൈവകൃപയാല് കുഴപ്പമില്ലാണ്ട് പോകുന്നല്ലേ, സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇടയ്ക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പം സോണിയങ്ങളുടെ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ രക്ഷയുടെ ഉറവകളിൽ നിന്ന് സന്തോഷത്തോടെ എന്താണ് ചെയ്യുന്നത്? വെള്ളം കോരും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, വെള്ളം കോരും. രക്ഷയുടെ ഉറവകളിൽ നിന്ന് വെള്ളം കോരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ആ നാളിൽ ഉന്നതമായിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രസ്താവിക്കുന്നത് എന്താണ്? പ്രവൃത്തികളെ. ഏകദേശമായിട്ടുണ്ട്, പക്ഷെ എന്നാലും ഉത്തരത്തിലോട്ട് കറക്റ്റ് ഒന്ന്. ആ നാളിൽ ഉന്നതമായിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രസ്താവിക്കുന്നത് എന്താണ്? പ്രവൃത്തിയാണോ അതോ വേറെന്തെങ്കിലും ആണോ? നാമം. അത് അപ്പൊ ഒന്നും കൂടെ പറയാവോ? അവന്റെ നാമം. ഓക്കെ, ഇപ്പം ശരി ഉത്തരമായി. റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അവന്റെ നാമം. ഓക്കെ, അപ്പൊ സോണിയങ്കിളെ നമുക്ക് വേണ്ടിയിട്ട് ഒരു വചനം പറയാവോ, അത് അല്ലെങ്കിൽ ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട്. ഓക്കെ, പാടിക്കോളൂ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ,
കണ്ണു നീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കണ്ണു നീ എന്നു മാറുമോ വേദനകളെന്നു തീരുമോ. ഓക്കെ 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 വളരെ നന്നായിട്ട് പാടി, നല്ല സൗണ്ട് ആയിരുന്നു, താങ്ക് യു. നല്ല വോയിസ് കേട്ടോ. അപ്പം എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയ ഒരു വോയിസ് ആണ്. അപ്പൊ ഇനിയും പാടുക കേട്ടോ. ഓ ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആ പോവാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയിൽ എല്ലായിടത്തും പ്രസിദ്ധമാകട്ടെ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? എല്ലാവരും ഭൂമിയിൽ എല്ലായിടത്തും പ്രസിദ്ധമാകട്ടെ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? യഹോവയ്ക്ക് കീർത്തനം ചെയ്യുന്നത്. കീർത്തനം ചെയ്യുന്നത് ഓക്കെ, വചനത്തിലുണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും പ്രസിദ്ധമാകട്ടെ എന്ന് പറഞ്ഞത് എന്താണ്? ശ്രേഷ്ഠമായി നാം ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതാണ് ശരി ഉത്തരം. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു എന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം ഇതാണ്: സിയോൻ നിവാസികളോട് ആർത്തു ഘോഷിക്കുവാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കുക. അത്രേ ഉള്ളൂ, ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കുകയാൽ. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരി ഉത്തരം പറഞ്ഞു. സന്തോഷായില്ലേ? സന്തോഷമായി. ഓക്കെ, അപ്പോ ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ, വിളിക്കാം. ഓക്കെ അങ്കിളെ, ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു, ബൈ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത് സോണി അങ്കിളായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി 4 ക്വസ്റ്റ്യൻസും ശരി ഉത്തരം പറഞ്ഞു. തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹം കുടുംബത്തിനും ജീവിതത്തിനും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കൂടി മടങ്ങി വന്ന് അത് അവസാനിപ്പിക്കാം. കോഴിയമ്മ അവസാനം, അതായത് വിളവ് ഒറ്റയ്ക്ക് എടുക്കുകയാണ്, അതിൻ്റെ കറ്റ ഒറ്റയ്ക്ക് കളയുകയാണ്, അല്ലെങ്കിൽ അത് മെതിച്ചെടുക്കുകയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു. അവസാനം കൈ നിറയെ നല്ല പൊന്നുപോലുള്ള ഗോതമ്പ് കോഴിയമ്മയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അവൾ അവളുടെ ലക്ഷ്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. വളരെ മനോഹരമായിട്ടുള്ളൊരു കേക്ക് കോഴിയമ്മ ഉണ്ടാക്കുകയാണ്. നല്ല നെയ്യും എണ്ണയും ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ വാസന ചുറ്റും പരക്കുകയാണ്. അപ്പോൾ ഈ വാസന മൂക്കിലേക്ക് എത്തിയപ്പോൾ അവളുടെ കൂട്ടുകാരെല്ലാവരും, ആ പട്ടിക്കുഞ്ഞും അതുപോലെ തന്നെ പൂച്ചക്കുഞ്ഞും ആ താറാവ് കുഞ്ഞും ഒക്കെ ഇവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, കോഴിയമ്മേ ഇച്ചിരി കുറച്ച് കേക്ക് ഞങ്ങൾക്ക് തരാവൂ എന്ന്. അപ്പോൾ കോഴിയമ്മ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ആരാണ് വിത്ത് വിതച്ചത്? അപ്പോൾ അവർ പറയുന്നു കോഴിയമ്മയാണ്. അപ്പോൾ കോഴിയമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാണ് ഇതിൻ്റെ കള കളഞ്ഞത്? അതും കോഴിയമ്മ. അങ്ങനെ എല്ലാം ചെയ്തത് ആരാ? കോഴിയമ്മ. അപ്പോൾ ഈ കേക്ക് കഴിക്കേണ്ടത് ആരാണ്? കോഴിയമ്മ. അപ്പോൾ ഇതെല്ലാം കേട്ട് മൂക്കത്ത് വിരൽ വെച്ച് എന്താ പറയുക, വളരെയധികം പശ്ചാത്താപത്തോടു കൂടി കൂട്ടുകാർ തിരിച്ചു പോവാണ്. കോഴിയമ്മ സന്തോഷത്തോടെ കേക്കും കഴിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വലിയൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം, കോഴിയമ്മയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. പക്ഷെ അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് കൂടി നമുക്കൊന്ന് പോയിട്ട് വരാം. കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ശൈലജ. ശൈലജ ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? എവിടാ? ഓക്കെ, പുതുക്കുളങ്ങര. ഓക്കെ ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വീട്ടില് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടോ? കുഞ്ഞുണ്ട്, ഇന്ന് നഴ്സറി പോയേക്കണം. ഓക്കെ, അതാ സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ, അപ്പം മക്കളൊക്കെ പോയി തുടങ്ങി. അതെ. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ഇടയ്ക്ക് എന്നിട്ട് വിശേഷങ്ങളിലേക്ക് വരാവേ. ഓക്കെ, അപ്പം ആന്റിക്ക്, ശൈലജ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചെയ്യരുത് എന്ന് വ്യക്തമായി യഹോവ യേശയ്യാവിനോട് പറഞ്ഞത് എന്താണ്?
ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയറായി. ഓക്കെ, പറഞ്ഞോളൂ ആന്റി, ഉത്തരം പറഞ്ഞോളൂ. ഈ ജനം കൂട്ടുകെട്ട എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ശ്രമിച്ചു പോവുകയും അരുത്. ഓക്കെ, ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതിരിക്കുവാൻ. ഓക്കെ, ആന്റി പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. അവരുടെ കൂടെ ഒന്നും കൂടണ്ട, അത് തന്നെയാണ്. അപ്പോ എന്തായാലും ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, ചോദ്യം ഇതാണ്: ഈ ജനം എന്ത് വിളിക്കുന്നതിനെയാണ് നിങ്ങൾ ഗൂഢാലോചന എന്ന് വിളിക്കരുതാത്തത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയറായി. ഓക്കെ, പറഞ്ഞോളൂ. ഈ ജനം കൂട്ടുകെട്ട എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട എന്ന് പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോവുകയും അരുത്. ഓക്കെ, ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ബൈബിളിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടാണ് വാക്കുകളുടെ വ്യത്യാസം. അപ്പൊ നമ്മുടെ ബൈബിൾ അനുസരിച്ചുള്ള ഉത്തരം ഇതാണ്: ഈ ജനം ഗൂഢാലോചന എന്ന് വിളിക്കുന്നതിനെയാണ് നിങ്ങൾ ഗൂഢാലോചന എന്ന് വിളിക്കരുതാത്തത്. അപ്പൊ ഉത്തരം കൂട്ടുകെട്ടെന്ന് ആന്റി പറഞ്ഞു, ശരി ഉത്തരമാണ്. നമ്മുടെ ബൈബിൾ അനുസരിച്ചത് ഗൂഢാലോചന. ഓക്കെ, ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? ജീവിതത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു വചനം പറഞ്ഞോളൂ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യെസ്, ഓക്കെ, സന്തോഷം. ഒരു വചനം കൂടി പറഞ്ഞു അല്ലേ, വേറൊരു നാമവും ഇല്ല, അത് യഹോവ തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പൊ ആന്റി എന്തായാലും ആ വചനത്തിന്റെ അതേ സന്തോഷത്തിൽ യഹോവയെ കൂട്ടുപിടിച്ച് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ വിശുദ്ധനായി കരുതേണ്ടത് ആരെയാണ്? സൈന്യങ്ങളുടെ യഹോവയെ. അത്രേ ഉള്ളൂ, സംശയമൊന്നുമില്ല. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: സൈന്യങ്ങളുടെ യഹോവയെ. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്: യേശയ്യാവും തന്റെ മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ എന്തായിരിക്കുന്നു? യേശയ്യാവും തന്റെ മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ എന്തായിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ മന്ദിരമായിരിക്കും, ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. ഓക്കെ, അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും. ഓക്കെ അല്ലേ? ഇപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരി ഉത്തരം പറഞ്ഞു. ബോണസ് പോലെ ഒരു വചനം പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കോൾ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ശൈലജ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു, അതുപോലെ തന്നെ നന്നായിട്ടൊരു വചനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആന്റിക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് തന്നെ, അല്ലെങ്കിൽ അവസാനത്തിലേക്ക്, ഇന്നത്തെ ഒരു അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കോഴിയമ്മ തൻ്റെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും അധ്വാനിച്ചത് കൊണ്ടാണ് എനിക്ക് സന്തോഷത്തോടു കൂടി ഇന്ന് എൻ്റെ വിയർപ്പിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം കഴിക്കാനാകുന്നത്. അവരോ അധ്വാനിക്കാത്തത് കൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുക്കാത്തത്, കാരണം അവരത് അർഹിക്കുന്നില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതും ഇത് തന്നെയാണ്. അധ്വാനത്തിൻ്റെ ഫലം മാത്രമേ നമ്മുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ, നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തെ, നമുക്ക് നൽകിയിരിക്കുന്ന ശാരീരിക ബലത്തെ നമ്മൾ അധ്വാനത്തിനായി വിനിയോഗിക്കുമ്പോൾ, നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നും നാം അധ്വാനിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം അത്ഭുതങ്ങളായും അടയാളങ്ങളായും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കും എന്നതാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒന്നും ചെയ്യാതിരുന്നിട്ട്, ഇന്നൊന്നും ചെയ്യാതിരുന്ന് നാളെ എൻ്റെ സന്തോഷം എനിക്ക് വേണമെന്ന് ദൈവത്തോട് പോലും ചോദിക്കുമ്പോൾ അവിടെയൊക്കെയും നമ്മൾ പിന്തള്ളപ്പെടും എന്നതിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ നൽകിയിരിക്കുന്ന സമയത്തെ മാനിച്ച്, നൽകിയിരിക്കുന്ന ആ ഒരു ശാരീരിക ബലത്തെ മാനിച്ച്
നൽകിയിരിക്കുന്ന അവസരങ്ങളെ, നൽകപ്പെടുന്ന അവസരങ്ങളെ മാനിച്ച് പൂർണ്ണമായിട്ടും അധ്വാനത്തോടുകൂടി അധ്വാനശീലരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് വചനങ്ങളും വാക്യങ്ങളും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കട്ടെ, നമ്മെ മാനസികമായിട്ട് ആന്തരികമായിട്ട് സൗഖ്യപ്പെടുത്തി നമുക്ക് ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.